എന്ന പുസ്തകത്തിന്റെ വിവരണമാണ്. ഓക്കെ, ചൂച്ചനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പറയൂ. ഓക്കെ, താങ്ക് യു. കംസോഫേജ് തീർന്നടാ. Thank you. കംസോഫേജ് അല്ല. ഓക്കെ, തീർന്നോ? ഹ്യൂമിലിറ്റി. Sorry. ഓക്കെ, ദ ബെസ്റ്റ് ഓഫ് വിൽ റിഫ്ലക്ഷൻ ഓൺ ഫെയ്ത്ത് ആൻഡ് ഫിയർ, Okay. ഹോണസ്റ്റി, ഹ്യൂമിലിറ്റി ആൻഡ് ലവ് എന്ന് പറയുന്ന ദ ബെസ്റ്റ് ഓഫ് ബില്ലിന്റെ അല്ലെങ്കിൽ ബില്ലിന്റെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ലേഖനങ്ങളുടെ ഒരു പുസ്തകമാണത്. അതിനകത്ത് അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും എളിമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പിന്നെ അനോണിമിറ്റിയെക്കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ ആൽക്കോളിസം അനോണിമസ് ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ലേഖനമാണ്. ബാക്കി നമുക്ക് ഫെയ്ത്തും ഫിയറും ഹോണസ്റ്റിയും നമ്മൾ 3 വായിച്ചു കഴിഞ്ഞു. നമുക്ക് മുന്നിലുള്ളത് 3 അതിലേക്ക് പോകാം. അതിനകത്ത് ഹ്യൂമിലിറ്റി ഫോർ ടുഡേ, ജൂൺ 1961. 1961 ആണ് ഈ ലേഖനം എഴുതിയത്. ഹ്യൂമിലിറ്റി, എളിമ എന്നാണ് ലേഖനത്തിന്റെ പേര്. Humility for today, June 1961. There can be no absolute humility for us human. At best, we can only glimpse the meaning and splendor of such a perfect ideal. As the book Alcoholism says, we are not saints. We claim spiritual progress rather than spiritual perfections. Only God himself can manifest in the absolute. We human beings must needs live and grow in the domain of the relative. We seek humility for today. അതായത് ഹ്യൂമിലിറ്റി ഫോർ ടുഡേ അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള വിനയം. ബിൽ ഗ്രേപ്പോയിനിൽ എഴുതിയ ജൂൺ 1961 എഴുതിയ ലേഖനത്തിന്റെ മലയാള പരിഭാഷ. മനുഷ്യരായ നമുക്ക് പൂർണ്ണമായ വിനയം എന്ന അവസ്ഥ കൈവരിക്കാനാവില്ല. ഏറ്റവും മികച്ച സാഹചര്യത്തിലും അത്തരമൊരു പൂർണ്ണമായ ആദർശത്തിന്റെ അർത്ഥവും മഹത്വവും നമുക്ക് ഒരു ചെറിയ ഗ്ലിംസ് ആയി മാത്രമേ കാണാൻ കഴിയൂ. ചെറിയൊരു അടയാളത്തിലൂടെയാണ് കാണാൻ കഴിയൂ. ആൽക്കോളിക്സ് അനോണിമസ് എന്ന പുസ്തകം പറയുന്നത് പോലെ നാം വിശുദ്ധന്മാരെല്ലാം ആത്മീയ പൂർണ്ണതയ്ക്ക് പകരം ആത്മീയ പുരോഗതിയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പൂർണ്ണതയെ പ്രകടമാക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. മനുഷ്യരായ നാം ആപേക്ഷികതയുടെ ലോകത്താണ് ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു വിനയമാണ് അന്വേഷിക്കുന്നത്. Therefore, our practical question is this: just what do we mean by humility for today, and how do we know when we have found it? അതിനാൽ നമ്മുടെ പ്രായോഗികമായ ചോദ്യം ഇതാണ്: ഇന്നത്തേക്കുള്ള വിനയം എന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് നമുക്ക് ലഭിച്ചുവെന്ന് എപ്പോൾ, എങ്ങനെ മനസ്സിലാക്കാം? We scarcely need be reminded that excessive guilt or rebellion leads to spiritual poverty, but it was a very long time before we knew we could go even more broke on spiritual pride. When we early years got our first glimmer of how spiritually prideful we could be, we coined this expression: don't try to get too damn and good by Thursday. That old time admonition may look like another of those handy alibis that can excuse us from trying for our best. Yet a closer view reveals just the contrary. This is our way of warning against pride, blindness, and the imaginary perfection that we do not possess. അമിതമായ കുറ്റബോധവും അതുപോലെ തന്നെ എതിർപ്പും നമ്മെ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആത്മീയമായ അഹങ്കാരത്തിലൂടെ നമുക്ക് അതിലും വലിയ രീതിയിൽ ആത്മീയമായി ദരിദ്രരാകാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ കാലമെടുത്തു. ആദ്യകാല അംഗങ്ങളായിരുന്ന ഞങ്ങൾക്ക് നമുക്ക് എത്രമാത്രം ആത്മീയ അഹങ്കാരം ഉണ്ടാകാമെന്ന് ആദ്യമായി മനസ്സിലായപ്പോൾ ഞങ്ങൾ ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് ഇതാണ്: വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അത്രമാത്രം നന്നാവാൻ ശ്രമിക്കരുത്. ആ പഴയകാല ഉപദേശം നമ്മുടെ പരമാവധി ശ്രമിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സൗകര്യപ്രദമായ ഒഴിവ് പോലെ നമുക്ക് തോന്നാം. എന്നാൽ അടുത്തു നോക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിന് തികച്ചും വിപരീതമാണെന്ന് കാണാം. അഹങ്കാരത്തിന്റെയും അന്ധതയ്ക്കെതിരെയും നമുക്കില്ലാത്ത സാങ്കല്പിക പൂർണ്ണതകൾക്കെതിരെയും മുന്നറിയിപ്പ് നൽകുന്ന നമ്മുടെ രീതിയാണ് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലവനാകാൻ ശ്രമിക്കരുതെന്ന് പറയുന്നത്. Now that we no longer patronize bards and bordelos, patronize bards and bordelos,
now that we bring home the paychecks, now that we were so very active in AI, and now that people congratulate us on this signs of progress, well, we naturally proceeded to congratulate ourselves, yet we may not be within hailing distance of humility, meaning well yet doing badly. How often have I said or thought, I am right and I am right and you are wrong. My plan is correct and yours is faulty. Thank God. Your sins are not my sins. You are hurting AI and I am going to stop you cold. I have God's guidance. So he is on my side and so on indefinitely. ഇപ്പോൾ നാം ബാറുകളിലും വേശ്യാലയങ്ങളിലും പോകുന്നില്ല. ഇപ്പോൾ നാം ശമ്പളം വീട്ടിലെത്തിക്കുന്നു. ഇപ്പോൾ നാം എഐയിൽ വളരെ സജീവരാണ്. ഇപ്പോൾ നമ്മുടെ ഈ പുരോഗതിയുടെ അടയാളങ്ങളെക്കുറിച്ച് ആളുകൾ നമ്മെ അഭിനന്ദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാം നമ്മെ തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു. ഒരു സെക്കൻഡ്. നാം നമ്മെ തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായി നാം നമ്മെ തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങും. എന്നാൽ നാം വിനയത്തിൽ നിന്ന് വളരെ അകലെ ആയിരിക്കാം. വിനയത്തിൽ നിന്നും അകലെ ആയിരിക്കാം. നല്ല ഉദ്ദേശത്തോടെ എന്നാൽ മോശമായി പ്രവർത്തിച്ചുകൊണ്ട് എത്ര തവണയാണ് ഞാൻ പറഞ്ഞത് ചിന്തിച്ചതോ ഞാനാണ് ശരി, നീയാണ് തെറ്റ്, എന്റെ പദ്ധതിയാണ് ശരി, നിന്റേത് തെറ്റാണ്, ദൈവത്തിന് നന്ദി, നിന്റെ പാപങ്ങൾ എന്റെ പാപങ്ങളല്ല, നീയെ നശിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ തടയും, എനിക്ക് ദൈവത്തിന്റെ മാർഗനിർദ്ദേശമുണ്ട്, അതുകൊണ്ട് അവൻ എന്റെ പക്ഷത്താണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരം അഹങ്കാരത്തിന്റെ അന്ധതയുടെ കാര്യം, ഭയപ്പെടുത്തുന്ന കാര്യം, the alarming thing about such pride blindness is with which it is justified, but we need not look far to see that this deceptive brand of self-justification is a universal destroyer of harmony and of love. It sets person against person, nation against nation. By it, every form of folly and violence can be made to look right and even respectable. Of course, it is not for us to condemn. We need only investigate ourselves. അപ്പോൾ അത്തരം അഹങ്കാരത്തിന്റെ അന്ധതയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതിനെ എത്ര എളുപ്പത്തിൽ ന്യായീകരിക്കാനാകുന്നു എന്നതാണ്. എന്നാൽ ഈ വഞ്ചനാപരമായ സ്വയം ന്യായീകരണം സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സർവ്വസാധാരണമായ നാശകാരിയാണെന്ന് കാണാൻ അധികം ദൂരം നോക്കേണ്ടതില്ല. അത് ഒരാളെ മറ്റൊരാളുടെ എതിരാളിയാക്കുന്നു, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിന്റെ എതിരാളിയാക്കുന്നു. അതിലൂടെ എല്ലാത്തരം പോഷത്തരവും അക്രമവും ശരിയാണെന്നും മാന്യതയാണെന്ന് പോലും തോന്നിപ്പിക്കാം. തീർച്ചയായും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ജോലിയല്ല, നമ്മെ തന്നെ പരിശോധിച്ചാൽ മാത്രം മതി. അപ്പോൾ കുറ്റബോധവും എതിർപ്പും അഹങ്കാരവും കുറയ്ക്കാൻ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാനാകും? കുറ്റബോധത്തിന്റെയും എതിർപ്പിന്റെയും ചതിപ്പിൽ വീഴാതിരിക്കാനും അഹങ്കാരം വിതറിയിരിക്കുന്ന മനോഹരമായി തോന്നുമെങ്കിലും വഞ്ചനാപരമായ ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കാനും കഴിയുന്നത്ര മാത്രമേ എനിക്ക് ഇന്നത്തേക്കുള്ള വിനയം കൈവരിക്കാനാവൂ. ഹൗ ദെൻ ക്യാൻ വി ഡു മോർ ആൻഡ് മോർ അബൌട്ട് റെഡ്യൂസിങ് അവർ ഗിൽറ്റ്, റിബലിയൻ ആൻഡ് പ്രൈഡ്? അപ്പോൾ കുറ്റബോധവും എതിർപ്പും അഹങ്കാരവും കുറയ്ക്കാൻ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാനാകും? When I inventory such defects, I like to draw a picture and tell myself a story. My picture is that of a highway to humility, and my story is an allegory. On one side of my highway, I see a great dog. The highway's edge borders a shallow marsh, which finally shelves down into that muddy morass of guilt and rebellion, in which I have so often floundered. Self-destruction lies in wait out there, and I know this. But the country on the other side of the road looks fine. I see inviting glades, and beyond them great mountains. The countless trails leading into this pleasant land look safe. It will be easy, I think, to find one way back.
ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനയത്തിലേക്കുള്ള വഴിയിൽ നിൽക്കാനും മുന്നോട്ട് പോകാനും ഇതാണ് ഒരു വഴി. അതുകൊണ്ട് ഞാൻ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോയോ എന്ന് കാണിച്ചു തരുന്ന തുടർച്ചയായ ആത്മപരിശോധന എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായും ഇത്തരം ആത്മപരിശോധനയുടെ ആദ്യ ശ്രമങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാത്തതായിരിക്കും. യാഥാർത്ഥ്യബോധമില്ലാത്ത സ്വയം വിലയിരുത്തലിൽ ഞാൻ ഒരിക്കൽ ഒരു വലിയ വിദഗ്ധനായിരുന്നു. എന്റെ ജീവിതത്തിലെ നല്ലതായി തോന്നിയ ഭാഗം മാത്രം നോക്കാനായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ നേടിയിട്ടുണ്ടെന്ന് കരുതിയിരുന്ന ചെറിയ ഗുണങ്ങളെ ഞാൻ വലുതാക്കി കാണും. അതിനുശേഷം ഞാൻ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് എന്നെ തന്നെ അഭിനന്ദിക്കും. അങ്ങനെ എന്റെ അബോധപൂർവമായ സ്വയം വഞ്ചന എന്റെ കുറച്ച് നല്ല ഗുണങ്ങളെ പോലും ഗുരുതരമായ ദോഷങ്ങളാക്കി മാറ്റുന്നതിൽ ഒരിക്കലും പരാജയപ്പെട്ടില്ല. Together with a number of friends, I decide to take a brief detour. We pick our path and happily plunge along it. Elatedly, somebody soon says, "Maybe we will find gold on top of that mountain." Then, to our amazement, we do strike gold, not the nuggets in the streams, but for fully minted coins. The heads of these coins each declare, "This is pure gold, 24 carats." Surely, we think this is the reward for our patient plodding back there in the everlasting brightness of the highway. Soon, though, we begin to notice the weights of the tails of our coins, and we have strange forbidding. Some pieces carry rather attractive inscriptions. "I am power, I am acclaim, I am wealth, I am rightness," they say, but others seem very strange. For example, "I am the master race, I am the benefactor, I am good causes, I am God." This is very puzzling. Nevertheless, we pocket them. But next come real shockers. They read, "I am pride, I am revenge, I am disunity, I am chaos." Then we turn up a single coin, just one, which declares, "I am the devil himself." Some of us are horrified and we cry, "This is fool's gold and this is a fool's parade. Let's clear out of here." But many would not return with us. They said, "Let's stay here and sort out those diamond coins. Well, pick only the ones that carry the lucky inscriptions. For instance, those that say power and glory and rightness. You fellow are going to be sorry you didn't pick around." Not strangely, it was years before this part of our original company returned to the highway. അപ്പോൾ ഈ അതിശയകരമായ പ്രക്രിയ ഇപ്പോഴും സുഖകരമായിരുന്നു. സ്വാഭാവികമായും ഇത് നേട്ടങ്ങൾക്കും കൂടുതൽ അംഗീകാരത്തിനുമുള്ള ശക്തമായ ആഗ്രഹം നമ്മളിൽ സൃഷ്ടിച്ചെടുത്തു. ഞാൻ വീണ്ടും എന്റെ മദ്യപാന കാലത്തെ അതേ മാതൃകയിലേക്ക് നേരെ വീഴുകയായിരുന്നു. അതെ, പഴയ ലക്ഷ്യങ്ങൾ, അധികാരം, പ്രശസ്തി, മറ്റുള്ളവരുടെ കയ്യടി. അതിന് പുറമെ എനിക്ക് ഏറ്റവും മികച്ച ഒരു ഒഴുകഴിവ് ഉണ്ടായിരുന്നു. ആത്മീയമായ ഒഴുകഴിവാണത്. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പൂർണ്ണ അസംബന്ധം ശരിയാണെന്ന് തോന്നി. നല്ല നാണയവും കള്ള നാണയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ഏറ്റവും മോശമായ രീതിയിലുള്ള ആത്മീയ വഞ്ചനയായിരുന്നു. എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ഞാൻ വരുത്തിയ നാശത്തെക്കുറിച്ച് ഞാൻ എന്നും ദുഃഖിക്കും. വാസ്തവത്തിൽ എയ്ക്കും അതിന്റെ ഭാവിക്കും ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്നും ഞാൻ വിറയ്ക്കുന്നു. അക്കാലത്ത് ഞാൻ ജീവിതത്തിൽ നിശ്ചലമായി നിന്നിരുന്ന മേഖലകളെക്കുറിച്ച് അധികം വിഷമിച്ചിരുന്നില്ല. എപ്പോഴും ഒരു ഒഴിവുകഴിവുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വളരെ തിരക്കിലാണ്. എന്റെ ആശ്വാസത്തിനും ആത്മസംതൃപ്തിക്കും ഏതാണ്ട് പൂർണ്ണമായൊരു ഫോർമുലയായിരുന്നു അത്. എന്നാൽ ചിലപ്പോൾ പുറമേ നോക്കുമ്പോൾ തന്നെ ഞാൻ വളരെ മോശമായി പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ എനിക്ക് നോക്കേണ്ടി വരും. ഉടൻ തന്നെ ശക്തമായ എതിർപ്പ് വരും. പിന്നെ ഒഴിവുകഴിവുകൾക്കായുള്ള തിരച്ചിൽ ഭ്രാന്തമായി തരും. ഇവ ഞാൻ വിളിച്ചു പറയും, യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യന്റെ കുറവുകളാണിത്. ആ പ്രിയപ്പെട്ട ഉപകരണം ഒടുവിൽ തകർന്നപ്പോൾ ഞാൻ ചിന്തിക്കും, ശരി, ആ ആളുകൾ എന്നോട് ശരിയായി പെരുമാറിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പെരുമാറേണ്ടി വരില്ലായിരുന്നു. അടുത്തതായി, എനിക്ക് ഭയങ്കരമായ നിർബന്ധിത സ്വഭാവങ്ങളുണ്ടെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഈ ഒരു കാര്യം എനിക്ക് മറികടക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവൻ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വരും. അവസാനം ഞാൻ വിളിച്ചു പറയും, ഇത് ഞാൻ ഒരിക്കലും ചെയ്യില്ല, ശ്രമിക്കുക പോലും ചെയ്യില്ല. തീർച്ചയായും എന്റെ സംഘർഷങ്ങൾ തുടർച്ചയായി വർദ്ധിച്ചു. കാരണം ഞാൻ മുഴുവനായും ഒഴിവുകഴിവുകളും നിരാകരണങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ പ്രശ്നങ്ങൾ എന്നെ ഒടുവിൽ
മതിയായ രീതിയിൽ ക്ഷീണിപ്പിച്ചപ്പോൾ മറ്റൊരു രക്ഷപ്പെടൽ മാർഗം ഉണ്ടായിരുന്നു. ഞാൻ കുറ്റബോധത്തിന്റെ ചതിപ്പിൽ കിടന്ന് ഉരുളാൻ തുടങ്ങും. അവിടെ അഹങ്കാരവും എതിർപ്പും വിഷാദത്തിനും വഴിമാറും. വ്യത്യാസങ്ങൾ പലതുണ്ടായിരുന്നെങ്കിലും എന്റെ പ്രധാന വാക്ക് എപ്പോഴും ഞാൻ അത്ര ഭയങ്കരനാണ്. They told us the story of those who had sworn never to return. They had said, this money is real gold and don't tell us any different. We are going to pile up all we can. Sure, we don't like those fool mottos, but there is a plenty of firewood here. We will just melt all this stuff down into good solid gold bricks. Then our late arrivals added, this is how the gold of pride claimed our brothers. They were already quarreling over their bricks when we left. Some were hurt and a few were dying. They had begun to destroy each other. ഞാൻ എത്ര ഭയങ്കരനാണ്. അഹങ്കാരത്തിലൂടെ എന്റെ ചെറിയ നേട്ടങ്ങളെ ഞാൻ വലുതാക്കി കാണിച്ചതുപോലെ ഇപ്പോൾ കുറ്റബോധത്തിലൂടെ എന്റെ കുറവുകളെ ഞാൻ വലുതാക്കി കാണും. എന്നെ കേൾക്കാൻ തയ്യാറുള്ള ആരോടും ഞാൻ എല്ലാം ഇതിലധികം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഓടി നടക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വിനയമാണെന്ന് ഞാൻ കരുതി. അതായിരുന്നു എനിക്ക് ശേഷിച്ചിരുന്ന ഏക ഗുണവും ആശ്വാസവും എന്ന് ഞാൻ കണക്കാക്കി. ആ കുറ്റബോധത്തിന്റെ കാലങ്ങളിൽ ഞാൻ ചെയ്ത ദോഷങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. എനിക്ക് കഴിയുന്ന രീതിയിൽ നഷ്ടപരിഹാരം ചെയ്യുന്നതിനെക്കുറിച്ചും ഗൗരവമായി ഞാൻ ചിന്തിച്ചിരുന്നില്ല. ദൈവത്തോട് ക്ഷമ ചോദിക്കണമെന്ന ആശയം പോലും എന്നെ തന്നെ ക്ഷമിക്കണമെന്നത് പറയേണ്ടതില്ല. എനിക്കത് ഉണ്ടായിരുന്നില്ല. തീർച്ചയായും എന്റെ ഏറ്റവും വലിയ ദോഷമായ ആത്മീയ അഹങ്കാരവും ധാർഷ്ട്യവും ഞാൻ പരിശോധിച്ചിരുന്നില്ല. അത് കാണാൻ കഴിയുമായിരുന്ന വെളിച്ചം ഞാൻ തന്നെ അടച്ചു പൂട്ടിയിരുന്നു. ഇന്ന് എന്റെ കുറ്റബോധത്തിനും അഹങ്കാരത്തിനും തമ്മിലുള്ള വ്യക്തമായ ബന്ധം എനിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇരുവരും തീർച്ചയായും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനുള്ള മാർഗമാണ്. അഹങ്കാരത്തിൽ ഞാൻ പറയുന്നു, എന്നെ നോക്കൂ, ഞാൻ അത്ഭുതകരനാണ്. കുറ്റബോധത്തിൽ ഞാൻ വിലപിക്കും, ഞാൻ ഭയങ്കരനാണ്. അതിനാൽ കുറ്റബോധം യഥാർത്ഥത്തിൽ അഹങ്കാരത്തിന്റെ നാണയത്തിന്റെ മറുവശമാണ്. കുറ്റബോധം ലക്ഷ്യമിടുന്നത് സ്വയം നശിപ്പിക്കലാണ്. അഹങ്കാരം ലക്ഷ്യമിടുന്നത് മറ്റുള്ളവരുടെ നാശമാണ്. ഈ കാരണത്താലാണ് ഇന്നത്തേക്കുള്ള വിനയം ഈ രണ്ട് അതികഠിനമായ വികാരപരമായ അറ്റങ്ങൾക്കിടയിലുള്ള സുരക്ഷിതവും ഉറപ്പുള്ളതുമായ നിലപാടായി ഞാൻ കാണുന്നത്. അത് ശാന്തമായ ഒരിടമാണ്. അവിടെ എനിക്ക് മതിയായ കാഴ്ചപ്പാടും മതിയായ സമതുലിതാവസ്ഥയും നിലനിർത്താനാകും. അങ്ങനെ ശാശ്വതമായ മൂല്യങ്ങളിലേക്കുള്ള വ്യക്തമായി അടയാളപ്പെടുത്തിയ വഴിയിൽ അടുത്ത ചെറിയ ചുവട് എടുക്കാൻ കഴിയും. This symbolic picture graphically tells that I may attain humility for today only to the extent that I am able to avoid it both of guilt and rebellion, and that fair but deceiving land which is straw with the coin of pride. This is how I can find and stay on the road of humility which lies in between. Therefore, a constant inventory which can reveal when I am off the road is always in order. Of course, our first attempt at such inventories are apt to prove very unrealistic. I used to be a champ at a unrealistic self-appraisal. I wanted to look only at the part of my life which seemed good. Then I would greatly exaggerate whatever virtues I supposed I had attained. Next, I would congratulate myself on the grand job I was doing. So my unconscious self-deception never failed to turn my few good assets into serious liabilities. This astonishing process was always a pleasant one. Naturally, this generated a terrible hankering for still more accomplishments and still more approval. I was falling straight back into the pattern of my drinking days. Here were the same old goals, power, fame, and applause. Besides, I had the best alibi. No, the spiritual alibi. The fact that I really did have a spiritual objective always made this utter nonsense seem perfectly right. I couldn't tell a good coin from a bad one. It was spiritual gold breaking at its worst. I shall forever regret the damage I did to people around me. Indeed, I still tremble when I realize that what I might have done to AI and to its future. In those days, I wasn't much bothered about the areas of life in which I was standing still. There was always the alibi. After all, I said to myself, I am far too busy with the much more important matters. That was my near perfect
perceptions for comfort and complacency. എങ്കിലും ഈ സംഘർഷങ്ങളെക്കുറിച്ച് നാം ഖേദിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. വികാരപരമായും ആത്മീയമായും വളർന്നു വരുന്നതിന്റെ ആവശ്യമായ ഒരു ഭാഗമായാണ് അവ തോന്നുന്നത്. നമ്മുടെ പുരോഗതിയുടെ വലിയൊരു ഭാഗം നിർമ്മിക്കപ്പെടുന്ന അസംസ്കൃത വസ്തുക്കളാണവ. ആരെങ്കിലും ചോദിക്കുമോ, വേദനയുടെയും സംഘർഷത്തിന്റെയും ഒരു ഛർദിക്കുഴി മാത്രമാണോ എന്ന്? ഉത്തരം തീർച്ചയായുമില്ല. വലിയൊരു അളവിൽ ഞങ്ങൾ അംഗങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനം കണ്ടെത്തിയിട്ടുണ്ട്. എത്ര മന്ദഗതിയിലായിരുന്നാലും വർദ്ധിച്ചു വരുന്ന ഒരു വിനയം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലങ്ങൾ ശാന്തഭൂതയും യഥാർത്ഥ സന്തോഷവുമാണ്. ഒരിക്കൽ ചെയ്തിരുന്നത് അത്രയും ദൂരത്തേക്കും നാം ഇപ്പോൾ വഴിതെറ്റുന്നില്ല. ഈ ചിന്തയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായ ആദർശങ്ങൾ നമ്മുടെ കൈവരിക്കലിനും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലാക്കലിനും പോലെ വളരെ അകലെയാണ്. ഈ ചെറിയ ഭൂമിയിലെ ജീവിതകാലത്തിനുള്ളിൽ പൂർണ്ണമായ പൂർണ്ണത പോലെയുള്ള എന്തെങ്കിലും കൈവരിക്കാമെന്ന് നാം ശരിക്കും വിശ്വസിച്ചാൽ അതിൽ തന്നെ വിനയത്തിന്റെ വലിയ അഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു അവകാശവാദം തീർച്ചയായും ആത്മീയ അഹങ്കാരത്തിന്റെ പരമാവധിയായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നതിനാൽ പലരും പൂർണ്ണമായ ആത്മീയ മൂല്യങ്ങളുമായി യാതൊരു ബന്ധവും പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നു, പൂർണ്ണതാവാദികൾ ഒന്നുകിൽ തങ്ങൾ അസാധ്യമായ ഒരു ലക്ഷ്യത്തിലെത്തിയെന്ന് കരുതുന്നതിൽ അവർ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നതിനാൽ സ്വയം കുറ്റപ്പെടുത്തലിൽ അവർ മുങ്ങിപ്പോകുന്നു. എന്നാൽ നാം ഈ കാഴ്ചപ്പാട് സ്വീകരിക്കരുതെന്ന് ഞാൻ കരുതുന്നു. But sometimes I would simply have to look at certain situations where on the face of them I was doing very badly. Right away, a rousing rebellion would set in. Then the search for excuses would become frantic. This, I would exclaim, are really a good man's faults. When that pet gadget finally broke apart, I would think, well, if those people would only treat me right, I wouldn't have to behave the way I do. Next in order was this: God, well, know that I do have awful compulsions. I just can't get over this one, so he will have to release me. At last came the time when I would shout, this I positively will not do. I won't even try. Of course, my conflicts went right on mounting because I was simply loaded with excuses and refusals. When these troubles had finally exhausted me enough, there was yet another escape. I would commence to wallow in the bog of guilt. Here, pride and rebellion would give way to depression, though the variations were many. My main theme always was how God awful I am. Just as I had exaggerated my modest attainments by pride, so now I would exaggerate my defects through guilt. I would raise about confessing all and a great deal more. So, to whoever would listen, believe it or not, I took that to be great humility on my part, and I counted this as my soul, my soul remaining asset and consolation. During those bouts with the guilt, there was never a decent regret for the harms I had done, nor was there any serious thought of making such restitutions as I could. The idea of asking God's forgiveness, let alone any forgiveness of myself, never occurred to me. Of course, my really big liability, spiritual pride and arrogance, was not examined at all. I had shut over the light by which I might have seen it. Today, I think I can trace a clear linkage between my guilt and my pride. Both of them were certainly attention getters. In pride, I could say, look at me, I am wonderful. In guilt, I would mourn, I am awful. Therefore, guilt is really the reverse side of the coin of pride. Guilt aims at self-destruction and pride aims at the destruction of others. പൂർണ്ണതാവാദികൾ ഒന്നുകിൽ തങ്ങൾ അസാധ്യമായ ഒരു ലക്ഷ്യത്തിലെത്തിയെന്ന് കരുതുന്നതിൽ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ലെന്നതിനാൽ സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ നാം ഈ കാഴ്ചപ്പാട് സ്വീകരിക്കരുതെന്ന് ഞാൻ കരുതുന്നു.
എന്നാൽ ഈ കാഴ്ചപ്പാട് സ്വീകരിക്കണമെന്ന് ഞാൻ കരുതുന്നു. വലിയ ആദർശങ്ങൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും കുറ്റബോധത്തിനും എതിർപ്പിനും അഹങ്കാരത്തിനും വേണ്ടിയുള്ള പൊള്ളയായ ഒഴിവൊഴിവുകളായി മാറുകയാണ് ചെയ്യുന്നത്. അത് ആദർശങ്ങളുടെ തെറ്റല്ല, അതിന്റെ വിപരീതമായി ശാശ്വതമായ ആത്മീയ മൂല്യങ്ങൾ എന്താണെന്ന് നിരന്തരം മനസ്സിൽ കാണാൻ ശ്രമിക്കാതെ നമുക്ക് അധികം വളരാൻ കഴിയില്ല. എയുടെ വീണ്ടെടുപ്പ് പരിപാടിയിലെ 11-ാം പടി പറയുന്ന പോലെ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും അവനുമായുള്ള നമ്മുടെ ബോധപൂർവമായ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അവന്റെ ഇഷ്ടം അത് നടപ്പാക്കാനുള്ള ശക്തിക്കായി മാത്രം പ്രാർത്ഥിച്ചു. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ പൂർണ്ണതയെ ഒരു നിശ്ചിത സമയത്ത് കൈവരിക്കേണ്ട ലക്ഷ്യമായി കാണാതെ നമ്മെ നയിക്കുന്ന മാർഗദർശിയെ കാണണമെന്നാണ്. ഉദാഹരണത്തിന്, എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്ര മികച്ച വിനയത്തിന്റെ നിർവചനം അന്വേഷിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. This is why I see humility for today as that safe and secure stands midway between these violent emotional extremes. It is quite a place where I can keep enough perspectives and enough balance to take my next small step up the clearly marked road that points toward external values. Many of us have experienced far greater emotional gyrations than I, or others have experienced less, but all of us still have them at times. Yet I think we need not regret these conflicts. They seem to be a necessary part of growing up emotionally and spiritually. They are the raw material out of which much of our progress has to be made. Does anyone ask if AA is but a retching pit of pain and conflict? The answer is certainly not. In great measures, we AIs have really found peace. However, haltingly, we have managed to attain an increasingly humility whose dividends have been serenity and a legitimate joy. We do not detour as much as far as we once did. At the outset of this medication, it was thought that absolute ideals are far beyond our attainment or even our comprehension, that we would be sadly lacking in humility if we really felt that we could achieve anything like absolute perfection in this brief span of earthly existence. Such a presumptions would certainly be the outcome of spiritual pride. Reasoning thus, many people will have no truck at all with absolute spiritual values. Perfectionists, they say, are they either full of conceit because they fancy they have reached some impossible goal, or else they are swamped in self-condemnation because they have not done so yet. I think that we should not hold this view. It is not the fault of great ideals that they are sometimes misused. Sometimes misused and so become shallow excuses for guilt, rebellion, and pride. On the contrary, we cannot grow very much unless we constantly try to envision what the internal spiritual values are. As step 11 of AS recovery program says, we sought through prayer and meditation to improve our conscious contact with God as we understood Him, praying only for knowledge of His will for us and the power to carry that out. This surely means that we ought look toward God's perfection as our guide rather than as a goal to be reached in any foreseeable time. I am sure, for instance, that I thought that I ought to seek out the finest definitions of humility that is possible for me to envision. This definition doesn't have to be absolutely perfect. I am only asked to try. Suppose I choose on like this. Perfect humility would be a state of complete freedom from myself, freedom from all the claim that my defects of character now lay so heavily upon me. Perfect humility would be a full willingness in all times and places to find and do the will of God. When I meditate upon such a vision, I need not be dismayed because I shall never attain it, or nor need I solve with the presumptions that one of these days its virtue shall all be mine. I only need to dwell on the vision itself, letting it grow and evermore fill my heart
This done, I can compare it with my last taken personal inventory. Then I get a sane and healthy idea of where I actually stand on the highway to humility. I see that my journey towards God has scarce begun as I thus get down to my right size and stature. My self-concern and importance becomes amusing. Then faith grows that I do have a place on this highway, that I can advance upon it with a depending peace and confidence. Once more, I know that God is good. God is good, that I need fear no evil. This is a great gift, this knowledge that I do have a destiny. As I continue to contemplate God's perfections, I discover still there is another joy. As a child, heard hearing ചേട്ടൻ്റെ മൈക്കോ മ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? As I continued to contemplate God's perfections, I discovered still another joy. As a child, hearing my first symphony, I was lifted up into its indescribable harmony. Thought I knew little of how or when it comes. So today, when I listen for God's music of the spheres, I can now and again hear those divine chords by which I am told that the great composer loved me and that I love him. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്ര മികച്ച വിനയത്തിന്റെ നിർവചനം അന്വേഷിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ നിർവചനം പൂർണ്ണമായിരിക്കേണ്ടതില്ല. ശ്രമിക്കുക മാത്രമാണ് എനിക്ക് എന്നോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു നിർവചനം ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതുക. പൂർണ്ണമായ വിനയം എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയായിരിക്കും എൻ്റെ സ്വഭാവത്തിലെ കുറവുകൾ ഇപ്പോൾ എൻ്റെ മേൽ ശക്തമായി ചുമത്തുന്ന എല്ലാ അവകാശവാദങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. എല്ലാ സമയത്തും എല്ലാ ഇഷ്ടം കണ്ടെത്താൻ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്താനോ അത് ചെയ്യാനും പൂർണ്ണമായ സന്നദ്ധതയും, അതായിരിക്കണം പൂർണ്ണമായ വിനയം. ഇത്തരമൊരു ദർശനത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് അതൊരിക്കലും പൂർണ്ണമായി കൈവരിക്കാനാവില്ലെന്ന കാരണത്താൽ ഞാൻ നിരാശപ്പെടേണ്ടതില്ല. അതിൻ്റെ ഗുണങ്ങൾ ഒരു ദിവസം മുഴുവൻ എൻ്റേതാകുമെന്ന അഹങ്കാരവും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ചെയ്യേണ്ടത് ആ ദർശനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് വളരാൻ അനുവദിക്കുക, അതെൻ്റെ ഹൃദയത്തെ കൂടുതൽ നിറയ്ക്കാൻ അനുവദിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്ത ശേഷം ഏറ്റവും എടുത്ത എൻ്റെ വ്യക്തിഗത ആത്മപരിശോധനയുമായി അതിനെ താരതമ്യം ചെയ്യാം. അപ്പോൾ വിനയത്തിലേക്കുള്ള ഹൈവേയിൽ ഞാൻ യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്നതിനെ കുറിച്ച് ആരോഗ്യകരവും യുക്തിസഹവുമായ ഒരു ധാരണ എനിക്ക് ലഭിക്കും. ദൈവത്തിലേക്കുള്ള എൻ്റെ യാത്ര ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ഞാൻ കാണുന്നു. അങ്ങനെ ഞാൻ എൻ്റെ യഥാർത്ഥ വലിപ്പത്തിലും സ്ഥാനത്തിലും എത്തുമ്പോൾ എന്നെക്കുറിച്ചുള്ള അമിതമായ ശ്രദ്ധയും എൻ്റെ പ്രാധാന്യബോധവും എനിക്ക് തന്നെ തമാശയായി തോന്നുന്നു. പിന്നെ ഈ ഹൈവേയിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന വിശ്വാസം വളരുന്നു. കൂടുതൽ ആഴമുള്ള സമാധാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസവും വീണ്ടും ഞാൻ അറിയുന്നു. ദൈവം നല്ലവനാണ്. അതിനാൽ ഞാൻ ഒരു തിന്മയും ഭയപ്പെടേണ്ടതില്ല. എനിക്കൊരു ദൈവിക ലക്ഷ്യമുണ്ടെന്ന് അറിയുന്നത് വലിയൊരു സമ്മാനമാണ്. ദൈവത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് ഞാൻ തുടർന്ന് ധ്യാനിക്കുമ്പോൾ മറ്റൊരു സന്തോഷവും ഞാൻ കണ്ടെത്തുന്നു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായി ഒരു സിംഫണി കേട്ടപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു എന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ എനിക്കധികം അറിയില്ലായിരുന്നുവെങ്കിലും അതിൻ്റെ വിവരണാതീതമായ ഐക്യത്തിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ന് ദൈവത്തിന്റെ സംഗീതം കേൾക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഗോളങ്ങളുടെ സംഗീതം കേൾക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കിടെ ആ ദിവ്യ സ്വരങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. ആ സ്വരങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു: മഹാനായ സംഗീത സംവിധായകൻ എന്നെ സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹ്യൂമിലിറ്റി, എളിമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനം അവസാനിക്കുന്നത്. അടുത്തത്